Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണ കുറച്ച് സൂപ്പർ നെറ്റ് സാരീസ് ആണ്. അതും വളരെ ബഡ്ജറ്റിൽ വരുന്ന സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. മൊത്തത്തിൽ 5 സാരിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതെല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് വർക്ക് വരുന്നത്. മുന്താണിയിൽ, ഷോൾഡർ പ്ലീറ്റിൽ, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ, അങ്ങനെയാണ് എല്ലാ സാരിയിലും വർക്ക് വരുന്നത്. ഇതെല്ലാം സാരി മാത്രമേ ഉള്ളൂ, 5.5 മീറ്റർ സാരി മാത്രമേ ഉള്ളൂ, ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഓരോ സാരിയുടെയും കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ റേറ്റും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പറും ഉണ്ടാകും. ആ വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡുള്ള സൂപ്പർ നെറ്റ് സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ടർക്കോയ്സ് ബ്ലൂ കളർ ഷെയ്ഡിട്ട് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈനിങ് വരുന്നത്. ഇത് മുന്താണിയിൽ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. നടുക്ക് എന്നിട്ട് ഹാഫ് എന്ന് വെച്ചാൽ ഫുൾ സർക്കിളായിട്ടുള്ള ബീഡല്ല, റൗണ്ട് ആയിട്ടുള്ള ബീഡല്ല, സെമി സർക്കിളായിട്ടുള്ള ബീഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്, സ്റ്റിക്ക് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീഫ് പെറ്റൽസ് എല്ലാം നമ്മൾ തയ്ച്ചേക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ലീവ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസൈൻ ഇങ്ങനെ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നു, രണ്ടാമത്തെ ഡിസൈൻ ഇങ്ങനെ, മൂന്നാമത്തെ ഡിസൈൻ, അങ്ങനെ 3 ഡിസൈൻ അടുപ്പിച്ച് ഇങ്ങനെ മുന്താണിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന പോർഷനിൽ ഷോൾഡറിൽ നിന്ന് മുന്താണി വരെ 3 ഡിസൈനാണ് വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇത് 4 എണ്ണമാണ് അടുപ്പിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെ 4 എണ്ണം ഷോൾഡർ പ്ലീറ്റിലും ഒരെണ്ണം ഇതുപോലെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ കളർ ബ്ലൗസും ഇടാം, അതല്ല സെയിം കളർ ആയാലും നമുക്ക് നല്ലതായിരിക്കും. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1450 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാരി ഒരു തത്തമ്മ പച്ച പാരറ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ്. ഓറഞ്ച് ഷെയ്ഡും ബ്ലൂ ഷെയ്ഡും ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് എല്ലാം ഉള്ളിൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ തയ്ച്ചിട്ട് ചുറ്റും ഒരു ഡാർക്ക് ഷെയ്ഡും കൊണ്ട് ഔട്ട്ലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക. ആദ്യം സാറ്റിൻ സ്റ്റിച്ച് ചെയ്തു, പിന്നെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു 2 ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്പോട്ട്സ് എല്ലാം ഒരു പീകോക്ക് ബ്ലൂ പോലത്തെ ബ്ലൂ കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ സ്പോട്ട്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ലീവ്സ് സ്റ്റെമ്മും ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു പോർഷനിലുണ്ട്, ഒരു സൈഡിൽ. അത് കഴിഞ്ഞ് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 2 ഫ്ലവേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈൻ അടുപ്പിച്ച് ഇതുപോലെ 2 ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സാരി. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന സാരീസ് എല്ലാം സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്തും സെയിം, എല്ലാ സാരിയിലും ഈ സെയിം മോഡലിൽ തന്നെയാണ് എംബ്രോയിഡറി വരുന്നത്. അപ്പോൾ ഈ സാരിയും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1450 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ അകത്തും ഈ നമ്മൾ പീച്ച് കളർ ഓറഞ്ച് ഷെയ്ഡുള്ള ബ്ലൗസ് പീസ് ഇട്ടാൽ കുറച്ചും കൂടെ ഒരു എടുത്ത് നിൽക്കും നല്ലോണം. അപ്പോൾ അടുത്ത നമ്മുടെ സാരി ഒരു കോഫി ബ്രൗൺ ആണ്. കോഫി ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡാർക്ക് കോഫി ബ്രൗൺ അല്ല, അതിലും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗണിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു ബേബി പിങ്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ച് ഹെയറിംഗ് ബോൺ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണിയുടെ ഇപ്പുറത്തെ പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട്. 2 സൈഡിലും ഇതുപോലെ ഡിസൈനിങ് ഉണ്ട്, മുന്താണിയുടെ 2 സൈഡിലും. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ തന്നെ 2 ഡിസൈനാണ് നമുക്കുള്ളത്. 2 ഡിസൈൻ വലുത് വരുന്നു, നടുക്ക് ഒരെണ്ണം സിംഗിളായിട്ട്, അങ്ങനെയാണ് ഷോൾഡർ പോർഷനിൽ വരുന്നത്. ഇതിന് ഒരു ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ ചെസ്റ്റിൽ വരുന്ന പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ, വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിനെനിക്ക് തോന്നുന്നത് സെയിം കളർ ബ്ലൗസ് ഇടുന്നതാണ് നല്ലത്. ഈ ബേബി പിങ്ക് ബ്ലൗസ് ഇടുന്നേക്കാളും നല്ലത് ഈ ബ്രൗൺ കളർ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എടുപ്പെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്.
അപ്പോൾ അടുത്ത സാരി നമ്മൾ നേരത്തെ കണ്ട ആ തത്തമ്മ പച്ച കളർ സാരി തന്നെയാണ്. ആ സെയിം കളർ സാരീൻ്റെ അകത്ത് നമ്മൾ വേറൊരു സ്റ്റിച്ചും വേറെ കളർ കോമ്പിനേഷനും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ലാവൻഡർ ഷെയ്ഡിൻ്റെ 2 കളർ ലാവൻഡർ ഷെയ്ഡാണ്. ഒന്ന് തീരെ ലൈറ്റ് ലാവൻഡറും ഇത് പേർപ്പിൾ കളർ എന്ന് പറയാം, ആ ഒരു പേർപ്പിൾ ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെറ്റൽസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലീവ്സ് ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. 2 ഡിസൈൻ ഇതുപോലത്തെ 2 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ ഒരു കളർ ഇട്ടാൽ നല്ലതായിരിക്കും, ലാവൻഡർ ഷെയ്ഡ് ഇട്ടാൽ നല്ലതായിരിക്കും. ഡാർക്ക് ലാവൻഡറിനേക്കാളും നല്ലത് ലൈറ്റ് ലാവൻഡർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ വില 1300 ആണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സാരി കണ്ടു നോക്കാം. അതൊരു ഗ്രീൻ ഷെയ്ഡാണ്, പക്ഷേ ഈ ഒരു ഗ്രീൻ അല്ല, ഇതുമായിട്ട് കുറച്ച് വ്യത്യാസമുള്ളൊരു ഗ്രീനാണ്. ഞാനിത് വെച്ച് കാണിക്കാം 2 ഗ്രീൻ്റെയും ഡിഫറൻസ്. ഇത് ഒരു തത്തമ്മ പച്ച പുറത്തെ ഇതാണ്, ഇത് വേറൊരു ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ 2ൻ്റെയും ഷെയ്ഡിൻ്റെ ഡിഫറൻസ് കുറച്ച് മാറിയിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടെ ഒരു ഡൾ ഷെയ്ഡായിട്ടുള്ളൊരു ഗ്രീൻ ആണ്. ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഉടുക്കുന്നവർക്ക് കുറച്ചും കൂടെ കളറ് ഫീൽ ചെയ്യിക്കും, മുഖത്തിന് കളറ് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ. ഇതിനകത്ത് ഈ ഒരു സാരിയുടെ അകത്ത് നമ്മൾ മുന്താണി ഇതുപോലെയാണ് വരുന്നത്. ബൂളിയൻ നോട്ടാണ്, വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബൂളിയൻ നോട്ട് ഫ്ലവേഴ്സ് കുറച്ച് വലുതായിട്ട് കുറേ പെറ്റൽസ് വെച്ചിട്ടാണ് ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ട് യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ലീവ്സ് എല്ലാം ഡാർക്ക് ഒലീവ് ഗ്രീൻസ്, ഫിഷ് ബോൺ ആണ്, ഫ്ലൈ സ്റ്റിച്ച് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്താണിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളും നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ 9.5 ഇഞ്ചസ് ഉണ്ട് ഈ ഒരു ഡിസൈൻ തന്നെ. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിനും സെയിം ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വൈറ്റ് ഇട്ടാൽ അത്രയ്ക്ക് ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. സെയിം ബ്ലൗസ് പീസ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിൻ്റെ ഇത് കാരണം ബൂളിയൻ നോട്ടാണ്, കുറേ പെറ്റൽസ് വെച്ചിട്ടാണ് ആ ഒരു ഫ്ലവർ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടി നിൽക്കുന്നത്. 1650 ആണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ 5 സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഏതൊക്കെ സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.